1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. എന്തായാലും കഴിക്കാൻ പറ്റിയല്ലോ മോൾക്ക്. അമ്മേ, അയ്യോ, അമ്മേ, അമ്മേ, അയ്യോ, അമ്മേ, 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 വാതിലടച്ചിട്ട് എന്തെടുക്ക? തുറക്കമ്മേ. ചെല്ല. അമ്മ എന്തിനാ ഇങ്ങനെ വാതിലടച്ചിരിക്കുന്നേ? അത് പിന്നെ അമ്മ ഏട്ടത്തെ കാണാത്ത സങ്കടത്തിൽ വാതിലടച്ചിരുന്നായിരിക്കുമല്ലേ? അതെ. വാ ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടൻ എന്നെ വിവാഹം കഴിച്ച ശേഷം 1-2 തവണയല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ. ആ സമയത്തൊന്നും ഈ വീട്ടിലെ മുറികളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോ ഈ വീട് ആകെ ഒന്ന് ചുറ്റിയടിച്ച് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഇതാണ് അമ്മയുടെ മുറി. ഇവിടെയാ മിക്കപ്പോഴും ലക്ഷ്മിയും കിടന്നിട്ടുള്ളത്. ഏട്ടത്തി വരുവാണെങ്കിൽ ഏട്ടത്തിയുടെ അമ്മയെന്ന് പറയണം. എന്നോടുള്ള കണ്ണേട്ടന്റെ ദേഷ്യം ഒന്ന് അവസാനിപ്പിക്കാൻ. ഇപ്പോ കമ്പനിയിലൊക്കെ ഒരുപാട് തരം താഴ്ത്തിയിരിക്കുക. വ്യക്തമായ കാരണമൊന്നുമില്ലാതെ കണ്ണൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ മോനെ? അമ്മേ, അമ്മയുടെ മോള് കണ്ണേട്ടന്റെ ജീവിതത്തിൽ വന്ന ശേഷം കണ്ണേട്ടന് ഈ മാറ്റമൊക്കെ ഉണ്ടായത്. ലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ആ വീട്ടിലെ പലർക്കും പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ണന് മാത്രമല്ല. ഇനിയിപ്പോ അതിന്റെ പേരിൽ അമ്മയായിട്ടൊരു തർക്കത്തിന് നിൽക്കുന്നില്ല. ജീവിതത്തിൽ എല്ലാവർക്കും നല്ല കാലവും മോശകാലവും ഉണ്ടാവും. നല്ല കാലം വരുമ്പോ കൂടപ്പിറപ്പുകൾ ആരും മറക്കാൻ പാടില്ല. വാ വാ ഉണ്ണിയേട്ടാ. ഉണ്ണി പറഞ്ഞതൊക്കെ കേട്ടില്ലേ? കേട്ടു. ഞാൻ വന്നതിന് ശേഷം അവന്റെ വീട്ടിലൊരു മാറ്റം ഉണ്ടായെന്നാ പറഞ്ഞത്. കണ്ണേട്ടനെ ഞാൻ മാറ്റിയെടുത്തതിനായിരിക്കും എന്നെ ചിതയിൽ വെച്ച് കത്തിച്ചത്. എന്ത് ചെയ്യാനാ മോളെ? എന്റെ മോളും മരുമോനും ആയി പോയില്ലേ? അതുകൊണ്ടാ ഞാനും കണ്ണേട്ടനും ഒക്കെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കണ്ടില്ലാന്ന് നടിച്ചും പോകുന്നത്. പക്ഷേ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഉണ്ണി ഉടനെ പോകത്തില്ലേ അമ്മേ? ഒന്നും അറിയില്ല മോളെ. എനിക്ക് ഉടനെ ഇവിടുന്ന് പുറത്തു കടന്നേ പറ്റൂ. ഞാൻ മരിച്ചെന്നൊക്കെയാണല്ലോ ഉണ്ണിയും കരുണയൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടിനി അമ്മയ്ക്കും അച്ഛനും സ്വന്തമായിട്ടുള്ളതൊക്കെ ഇവക്കാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി കാണും. അതിന്റെ സെർച്ചാണിപ്പോ നടത്തിയത്. ഈ വീടിന് എത്ര മുറിയുണ്ട്, എന്തുമാത്രം സൗകര്യം ഉണ്ടെന്നൊക്കെ അവൻ നോക്കിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. സ്വത്തും പണം അല്ലാതെ മറ്റൊന്നിനെ പറ്റിയും രണ്ടിനും ചിന്തയില്ല. എന്ത് ചെയ്യാനാ? ഇന്ന് മിക്ക ആൾക്കാരും അങ്ങനെ ആയിപ്പോയി.